ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ജാസ്മിൻ ഗബ്രി കോംബോയെ പറ്റി പറയാം. ഇന്ന് രാവിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ആവശ്യപ്പെട്ടത് 45 ദിവസത്തെ അവരുടെ ജേണിയെ പറ്റി പറയാനാണ്. എന്ന് വെച്ചാൽ ഹൗസിലെ ജേണിയെ പറ്റി. നമ്മുടെ ജാസ്മിൻ വന്നിട്ട് വാദോരാതെ സംസാരിച്ചു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത്, ഏറ്റവും ഇഷ്ടം ഗബ്രിയാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഗബ്രി വന്നിട്ട് സംസാരിച്ചു. ഗബ്രി സംസാരിച്ചത് മൊത്തം ആദ്യം ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യം ഫ്രണ്ട്സ് ആയത് രതീഷ്, നമ്മുടെ നോറ, ജാസ്മിൻ ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞ് ആദ്യം ആ ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് ജാസ്മിന്റെ പേര് പറഞ്ഞതല്ലാതെ പിന്നെ ഗബ്രിയുടെ വായിന്ന് ആ ഒരു പേര് വന്നിട്ടേയില്ല. പിന്നീട് ഗബ്രി പറഞ്ഞത് ടാസ്കുകളെ പറ്റി, പവർ ടീമിലേക്ക് തെരഞ്ഞെടുത്തതിനെ പറ്റി, ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ട എക്സ്പീരിയൻസിനെ പറ്റി ഒക്കെയാണ് പിന്നെ വാതോരാതെ നമ്മുടെ ഗബ്രി സംസാരിച്ചത്. ഗബ്രി അങ്ങ് വാചാലനാവുകയായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞ്. പക്ഷേ അപ്പോഴും അവിടെ നമ്മുടെ ജാസ്മിന്റെ മുഖഭാവം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ജാസ്മിന്റെ മുഖത്ത് എന്താ ഭയങ്കര വിഷമമാണ് കാണാൻ പറ്റുന്നത്. എന്നാലും മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ആകെ പടം ഞെട്ടിയിരിക്കുവാണ്. എന്നെ ഇനി പറ്റിക്കുവാണോ, എന്നെ ചതിച്ചതാണോ, അതോ എന്നെ തേച്ചതാണോ, എന്താണെന്നറിയാതെ, എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ, ഗബ്രി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നറിയാതെ ജാസ്മിൻ ആകെ ഡെസ്പായിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് പ്രമോയാണ്. അതിലെ ടൈറ്റിൽ തന്നെ ജബ്രികൾ വേർപിരിയുന്നോ എന്നാണ്. സത്യത്തിൽ ഇവരെ ട്രോളാൻ ഇനി ആരും ബാക്കിയില്ല അല്ലേ. അതില് ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. അതിൽ ജാസ്മിൻ പറയുന്നത് എനിക്ക് ഈ റിലേഷൻഷിപ്പിന് ഒരു അടിവര ഇടണം എന്നാണ്. അപ്പോ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഒന്നുകിൽ നീ പുറത്തു പോകണം അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകണം എന്നൊക്കെ. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എത്ര നാള് നീ ഒരു സത്യത്തെ കള്ളമാക്കി പറയും. അപ്പൊ തന്നെ ഗബ്രി പറയുന്നുണ്ട് ഏത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറഞ്ഞത്. അപ്പൊ പിന്നെയും ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ്. പക്ഷേ അപ്പൊ ഗബ്രിയുടെ ഉത്തരം സത്യത്തില് ജാസ്മിന് എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഗബ്രി പറഞ്ഞത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്ക് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഗബ്രി പറഞ്ഞത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതോടുകൂടി പ്രമോ അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആ മോർണിംഗ് ആക്ടിവിറ്റിയില്ലേ അതില് നമ്മുടെ ഗബ്രി ജാസ്മിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രമോ വന്നത്. പിന്നെ മറ്റൊരു വശം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഡ്രാമയാകാനും സാധ്യതയുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റസ്മിൻ നല്ല രീതിയിൽ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ റസ്മിൻ സുഖമില്ലാതെ പുറത്തു പോയതിനു ശേഷം തിരികെ വന്നിട്ട് ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പുറത്ത് നമ്മുടെ ജാസ്മിൻ ആൻഡ് ഗബ്രിക്ക് ഭയങ്കര നെഗറ്റീവ് ആണെന്നും ശ്രീധുവിനും അർജുനും നല്ല കോംബോയാണ് പുറത്തെന്നും പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടാണോ ഇനി ഇവർ തമ്മിലൊരു ഡ്രാമ കളിക്കുന്നത് എന്നും അറിയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, കണ്ടു തന്നെ അറിയാം. ഇനി ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, അതും നമുക്ക് കാണാം. ഇതിപ്പോ ഇവരുടെ ആക്ഷൻ ആണോ? ഈ ജാസ്മിനും ഗബ്രിയും ഒന്നും അഭിനയിക്കാൻ വളരെ മോശക്കാരൊന്നും അല്ല, നമ്മൾ കാണുന്നതാണ് അവരുടെ അഭിനയവും സംഗതികളും എല്ലാം. അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല ഇനി ചിലപ്പോൾ സത്യമാണോ എന്നും അറിയില്ല. ജാസ്മിന്റെ ആ വിഷമവും മുഖഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചിന്തിക്കാം. ഒന്ന് അഭിനയമായിട്ടും രണ്ട് സത്യമായിട്ടും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ പറയാനുള്ളത് ആ പ്രമോയുടെ താഴെ വന്നിട്ട് ജാസ്മിന്റെ മുൻ കാമുകൻ അഫ്സല് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. നീ അനുഭവിക്കുമെന്നും ഞാൻ അനുഭവിച്ചതെല്ലാം നീ അനുഭവിക്കുമെന്നും എന്റെ വിഷമം എന്താണെന്ന് നീ അറിയുമെന്നും എന്നുള്ള രീതിയിൽ ഈ ജാസ്മിൻ തേച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അഫ്സൽ ഇട്ടേക്കുന്നത്. കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ അഫ്സല് അതില് ആ പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സിജോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. സിജോ ഭയങ്കര ഗംഭീര ഡയലോഗുകളൊക്കെയാണ് പറയുന്നത്. സിജോ പറയുന്നുണ്ട് എന്നോട് ഒരു വിധത്തിലുമുള്ള സെന്റിമെന്റ്സും ആരും കാണിക്കണ്ട, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കുക. അതിനി മെന്റൽ ടാസ്ക് ആയാലും ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ എന്നെ ഒന്ന് തോൽപ്പിക്കാനാണ് നമ്മുടെ സിജോ പറയുന്നത്. ഞാൻ പുറത്തു പോയി എന്റെ കണ്ടീഷൻ ഓക്കെ അല്ല എന്നുള്ള ഒരു സെന്റിമെന്റ്സും എനിക്ക് ആവശ്യമില്ല എന്നും നമ്മുടെ സിജോ പറയുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ആർക്കും സിജോ വന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ മറ്റുള്ള മത്സരാർത്ഥികളുടെ ഇഷ്ടം നോക്കിയല്ലല്ലോ സിജോയെ കൊണ്ടുവന്നത്. എന്തായാലും അവരുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ അതവിടെ ഇരിക്കട്ടെ. ഈ സിജോയുടെ കാര്യത്തില് കുറച്ച് ഓവർ അല്ലേ എന്നൊരു സംശയം. ആ ഒരു ഡയലോഗ് ആയാലും പ്രസന്റേഷൻ ആയാലും എല്ലാം. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.